ഇന്ത്യയിലുള്ള ഒരുപാട് സിനിമാ പ്രേമികൾ കട്ടയ്ക്ക് വെയിറ്റ് ചെയ്യുന്നൊരു ചിത്രമാണ് ഗോഡ്സില്ല -1 എന്ന് പറയുന്നത്. ഈ ഒരു സിനിമയ്ക്ക് ഇതിനോടകം തന്നെ വൻ ഹൈപ്പ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു ചിത്രം റിലീസായിട്ടില്ല. മറ്റ് രാജ്യങ്ങളിലൊക്കെ ഈ ഒരു സിനിമ ഇപ്പോൾ ഓടി നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഇതുവരെ റിലീസായിട്ടില്ല. എന്നാലും ഒരുപാട് ആളുകൾ കട്ടയ്ക്ക് വെയിറ്റിംഗ് ആണ്. ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഈ ഒരു സിനിമ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ ഭാഗത്തിന് ഞാനിപ്പോൾ UK ആയതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഈ ഒരു ചിത്രം കാണാനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. അപ്പോൾ ഈ ഒരു സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഗോഡ്സില്ല -1 എന്ന് പറയുന്നത് ഞാൻ ഈ അടുത്ത് കണ്ട വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി. അതായത് ഒരു ഗോഡ്സില്ല ചിത്രം നമ്മൾ നോർമലി കണ്ടുവരുന്ന ഗോഡ്സില്ല ചിത്രത്തിൽ നിന്ന് കുറച്ച് ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഈ ഒരു മൂവി എനിക്ക് നൽകിയിട്ടുണ്ട്. ഈ ഒരു സിനിമയെ യുണീക്കാക്കി നിർത്തുന്ന പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് ഈ ചിത്രത്തിൻ്റെ ഈ വർഷത്തെ കളക്ഷൻ അല്ലെങ്കിൽ വിജയമാണ്. കാരണം 125 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച ഈ ഒരു ചിത്രത്തിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് ഇപ്പം വൺ ലെവലിൽ പോകുന്നുണ്ട്. 1000-2000 കോടിയൊക്കെ മറികടന്ന് അങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ്. വെറും 125 കോടി രൂപ. 125 കോടി രൂപ എന്ന് പറയുന്നത് അത്ര ചെറിയ തുകയൊന്നും അല്ല എന്ന് എനിക്കറിയാം. പക്ഷേ പല ഹോളിവുഡ് മൂവീസിൻ്റെയും ബജറ്റ് എടുത്ത് നോക്കുമ്പോഴത്തേനും ഈ ഒരു ചിത്രത്തിൻ്റെ ബജറ്റ് എന്ന് പറയുന്നത് ഒന്നുമേ അല്ല. 125 കോടി രൂപയ്ക്ക് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പല സിനിമകളും ചെയ്ത് പൊട്ടിപ്പാളിപ്പോണ അവസ്ഥയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. 500 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച ആദിപുരുഷൻ്റെയൊക്കെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. പക്ഷേ 125 കോടി രൂപയ്ക്ക് ഈ ഒരു സിനിമ അവർ പുറത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ആ പിന്നണി പ്രവർത്തകരുടെ എഫേർട്ട് അല്ലെങ്കിൽ ഈ ഒരു സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാർ 100% കിട്ടിയ തുക യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. കാരണം അമ്മാതിരി വിഷ്വൽസും ടെക്നിക്കൽ സൈഡുമാണ് ഈ ഒരു സിനിമയുടെ സൈഡിലുള്ളത്. വേറെ ലെവലായിട്ട് ടെക്നിക്കൽ സൈഡിനെ അവർ എടുത്തു വെച്ചിട്ടുണ്ട്. മാരക വിഷ്വൽസ്. ഗോഡ്സില്ല എന്ന് പറയുന്ന ആ ഒരു മോൺസ്റ്ററിനെ ആ ഒരു വേൾഡിലേക്ക് കൊണ്ട് സെറ്റ് ചെയ്ത് ആൾക്കാരെ ഭീതിപ്പെടുത്തുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ സെറ്റാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ കാര്യമില്ല. വളരെ വലിയൊരു മോൺസ്റ്ററാണ്. അപ്പോൾ ആ ഒരു മോൺസ്റ്ററിന് പറ്റുന്ന രീതിയിലുള്ള വിഷ്വൽസ് കൊടുക്കുന്നതും അത്ര സിമ്പിളായിട്ടുള്ള കാര്യമില്ല. അപ്പോൾ അതിനെയൊക്കെ നല്ലവണ്ണം യൂട്ടിലൈസ് ചെയ്ത് വേണ്ട സീൻസിൽ മാത്രം മോൺസ്റ്ററിനെ കൊണ്ടുവന്ന് അനാവശ്യ സീൻസുകളെല്ലാം ഒഴിവാക്കി നല്ല പോലെ ഇതിൻ്റെ ക്രിയേറ്റേഴ്സ് ആ ഒരു ബജറ്റ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു സിനിമ ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ വിജയമായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ ഈ ഒരു കളക്ഷൻ തന്നെയാണ് ഇതിനെ ഒരുപാട് പ്രശംസയിലേക്ക് അല്ലെങ്കിൽ ഒരുപാട് ഹൈപ്പിലേക്ക് എത്തിക്കുന്നത്. കാരണം ഈ ഒരു വർഷത്തിൽ ഇത്രയധികം വലിയൊരു വിജയമായി തീർന്ന മറ്റൊരു സിനിമയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംശയമായിരിക്കും. കാരണം പല സിനിമകളും വൻ ബജറ്റിലിറക്കി വൻ കളക്ഷൻ നേടുന്നുണ്ടെങ്കിൽ കൂടെ ഇത്രയും കുറഞ്ഞ ബജറ്റിലൊരു സിനിമ ഇത്രയും വലിയ കളക്ഷൻ നേടിയെടുക്കുക അല്ലെങ്കിൽ ഇത്രയും വലിയൊരു വിജയമായിട്ട് മാറുക എന്ന് പറയുന്നത് അങ്ങനെ സിമ്പിളായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഗോഡ്സില്ല -1 ആ ഒരു കാര്യത്തിൽ വിജയിച്ചിട്ടുണ്ട്. ജപ്പാനിൽ നിന്നും പുറത്തിറങ്ങിയ ഈ ഒരു സിനിമ വൻ ലെവലിൽ മുൻപോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാം ലോക മഹായുദ്ധം നടന്നതിന് തൊട്ട് പിന്നാലെ നടക്കുന്ന ഒരു സ്റ്റോറിയാണ് ഈ ഒരു ഗോഡ്സില്ല -1 എന്ന് പറയുന്ന ചിത്രം ചർച്ച ചെയ്യുന്നത്. അപ്പം ആ ഒരു കാലഘട്ടവും അതിനനുയോജ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അതിനുപരിയായിട്ട് ഈ ഒരു സിനിമയുടെ സ്ഥലം അല്ലെങ്കിൽ ഈ ഒരു ചിത്രം നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ജപ്പാനാണ്. അതുകൊണ്ട് തന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജപ്പാൻ അനുഭവിച്ച ദുരിതങ്ങളും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. ആ ഒരു രാജ്യം അത്രയും വലിയൊരു മഹാദുരന്തം ഏറ്റുവാങ്ങിയിരുന്നു. അതായത് ആറ്റം ബോംബ് പോലുള്ള വലിയ സംഭവങ്ങളൊക്കെ ആ ഒരു നാട്ടിൽ കൊണ്ടിട്ട് അമേരിക്ക ആ ഒരു രാജ്യത്തിനെ തന്നെ മൊത്തത്തിൽ ഇല്ലാണ്ടാക്കിയായിരുന്നു. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവർ കയറി വരുന്ന ഒരു ടൈമിലുള്ള സ്റ്റോറിയാണ് ഗോഡ്സില്ല -1 എന്ന ചിത്രം മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജപ്പാൻ എങ്ങനെയാണ് സർവൈവ് ചെയ്തത്, അവിടെയുള്ള ആളുകൾ എങ്ങനെയാണ് ആ ഒരു ദുരിതത്തിനെ ഫേസ് ചെയ്തത്, ആ ഒരു ആറ്റം ബോംബിൻ്റെ ആ ഒരു പ്രഭാവം ആ ഒരു രാജ്യത്തിനെ എത്രമാത്രം ബാധിച്ചു, അവിടെയുള്ള ജനങ്ങളെ എത്രമാത്രം ബാധിച്ചു എന്നൊക്കെ അറിയാൻ വേണ്ടി ഒരു സിനിമ കാണുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹിസ്റ്ററി നന്നായിട്ട് പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിഞ്ഞതിന് ശേഷം ഗോഡ്സില്ല -1 കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു സിനിമയോട് ഒരു കണക്ഷൻ കിട്ടും. കാരണം ആ ഒരു വേൾഡ് അവർ സെറ്റാക്കി വെച്ചിരിക്കുന്നത് ആ ഒരു രീതിക്കാണ്. നമ്മളിൽ പല ആളുകൾക്കും ജപ്പാൻ്റെ ആ ഒരു ദുരിതാവസ്ഥയൊന്നും 100% അറിയത്തില്ല. പക്ഷേ അതിനെ കൂടുതൽ അറിയാൻ ശ്രമിച്ചാൽ നല്ലതായിരിക്കും. ഗ്രേവ് ഓഫ് ദ ഫയർഫ്ലൈസ് എന്ന് പറയുന്ന ഒരു ആനിമേ മൂവിയുണ്ട്. ആ ഒരു ചിത്രം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗംഭീരമായിട്ട് ഒരു സിനിമ കണക്റ്റ് ആവും. കാരണം ആ ഒരു ജപ്പാൻ അനുഭവിച്ചു പോന്നിരുന്ന എല്ലാ കാര്യങ്ങളെയും ആ ഒരു ചിത്രം നല്ലപോലെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിനിമയൊക്കെ കണ്ടിട്ട് ഗോഡ്സില്ല -1 കാണുകയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കുറച്ചും കൂടെ നല്ലതാവാനുള്ള ചാൻസ് ഉണ്ട്. എന്തൊക്കെയാണെങ്കിലും കോയിച്ചി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ചിത്രത്തിന്റെ സ്റ്റോറി മുൻപോട്ട് നീങ്ങുന്നത്. കോയിച്ചി ഈ ഒരു രണ്ടാം ലോക മഹായുദ്ധത്തിലെ ഒരു പൈലറ്റ് ആയിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ നൈസായിട്ട് രണ്ടാം ലോക മഹായുദ്ധത്തിലെ ആ ഒരു യുദ്ധത്തിനിടയിൽ നിന്നും ചാടി പോകുന്ന ഡെസേർട്ട് ചെയ്തുകൊണ്ട് നൈസായിട്ട് രക്ഷപ്പെടാൻ നോക്കുന്ന സമയത്താണ് ഈ ഒരു ചിത്രത്തിന്റെ സ്റ്റോറി ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ ഒരു ബേസിലേക്ക് വരുന്നുണ്ട്. ആ ഒരു ബേസിൽ പെട്ടെന്ന് ഗോഡ്സിലെ അറ്റാക്ക് ചെയ്യുന്നു. പുള്ളിക്കാരൻ ആസ് യൂഷ്വലി നമ്മൾ ഏത് സിനിമകളിലും കാണുന്ന പോലെ നായകൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. പിന്നീട് കോയിച്ചി പഴയപടി ജപ്പാനിലേക്ക് വരുന്നു. യുദ്ധമൊക്കെ കഴിഞ്ഞ് അവിടെ ജീവിക്കാൻ തുടങ്ങുന്ന സമയത്ത് കോയിച്ചി ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നു. ആ പെൺകുട്ടിയുടെ കയ്യിൽ ഒരു കുഞ്ഞു വാവയുണ്ട്. അപ്പോൾ ഇവർ 3 പേരും കൂടെ എങ്ങനെയാണ് ജപ്പാനിൽ സർവൈവ് ചെയ്ത് പോവുക, അതിനിടയ്ക്ക് ഗോഡ്സിൽ ഇവരുടെ ലൈഫിലേക്ക് വന്നുകൊണ്ട് എങ്ങനെ അത് മൊത്തത്തിൽ കുളവാക്കും, അങ്ങനെ ഒരു രീതിക്കാണ് ഈ ഒരു ചിത്രത്തിൻ്റെ സ്റ്റോറി മുൻപോട്ട് നീങ്ങുന്നത്. നമ്മൾ
ഗോഡ്സില്ല കിങ് ഓഫ് മോൺസ്റ്റേഴ്സിനകത്തും ഗോഡ്സില്ല വേഴ്സസ് കോങ്, ഇപ്പോൾ ഇറങ്ങുന്ന മൊണാർക്ക് സീരീസ്, ഈ ഒരു സംഭവത്തിലൊന്നും കാണുന്ന കൈൻഡ് ഓഫ് ഗോഡ്സില്ല അല്ല ഈ ഒരു ചിത്രത്തിനകത്തുള്ളത്. പകരം ഇതിലെ ഗോഡ്സില്ല എന്ന് പറയുന്നത് ഒരു ഹീറോ ക്യാരക്ടറിനപ്പുറമായിട്ട് വില്ലൻ ക്യാരക്ടറാണ്. വില്ലൻ ലെവലിലാണ് ആ ഒരു ക്യാരക്ടർ പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു മോൺസ്റ്റർ പോകുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടെറിഫൈയും കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമയ്ക്കകത്ത് നടക്കുന്നുണ്ട്. ഗോഡ്സില്ല എന്ന് പറയുന്ന ആ ഒരു മോൺസ്റ്റർ ഒരു വില്ലൻ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ എത്രമാത്രം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നൊക്കെ ഈ ഒരു ചിത്രം കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ വളരെ നീറ്റായിട്ടും ഭംഗിയായിട്ടും എടുത്തു വെച്ചിട്ടുണ്ട്. നല്ലൊരു സ്റ്റോറി ലൈൻ ഉണ്ട്, നല്ല ഗംഭീരമായിട്ടുള്ളൊരു സ്റ്റോറി ലൈൻ ഉണ്ട്. ഇതിലെ ക്യാരക്ടറിൻ്റെ ആർക്കൊക്കെ വളരെ നല്ല രീതിക്ക്, അതായത് ഈവൻ ഇതൊരു മോൺസ്റ്റർ മൂവി ആണെങ്കിൽ കൂടെ ഇതിലെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള കോയിച്ചിക്കൊക്കെ നല്ലൊരു ക്യാരക്ടർ ആർക്ക് കൊടുക്കുവാൻ ഇതിൻ്റെ ക്രിയേറ്റേഴ്സിന് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നല്ല രീതിക്ക് തന്നെയാണ് ഈ ഒരു സിനിമ പോകുന്നത്. ഈ വർഷം ഇറങ്ങിയ ഏറ്റവും വലിയ ഗംഭീര സിനിമയാണെന്നോ അല്ലെങ്കിൽ ഗോഡ്സില്ല എന്ന് പറയുന്ന ആ ഒരു മോൺസ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് ഇറങ്ങിയ ഏറ്റവും ബെസ്റ്റ് മൂവി ആണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഒരു ചിത്രം വെർത്താണ്. അതായത് ആ ഒരു 125 കോടിക്ക് ഇവർ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. എനിക്ക് പേഴ്സണലി വെർത്ത് വാച്ചിങ് ആയിട്ടാണ് തോന്നിയത്. അവിടിവിടങ്ങളിലൊക്കെ ആയിട്ട് കുറച്ച് ക്ലീഷേഴ്സും പ്ലോട്ട് ആർമേഴ്സും ഒക്കെ കൊണ്ടുവന്ന് സിനിമ ഒന്ന് ചെറുതായിട്ട് ഡൗൺ ആയി പോകുന്നുണ്ടെങ്കിൽ കൂടെ അതൊന്നും അത്ര വലിയൊരു സംഭവമായിട്ട് ഫീൽ ചെയ്തില്ല. കാരണം വളരെ ഗംഭീരമായിട്ട് തന്നെ നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട്. അത്യാവശ്യം എൻഗേജ്ഡ് ആക്കി തന്നെയാണ് പോകുന്നത്. നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടാതെ നല്ല ഗംഭീര വിഷ്വൽസ് ഉണ്ട്. വിഷ്വൽസ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. 100% നിങ്ങൾക്ക് വിഷ്വൽസ് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. കാരണം അത്ര ഗംഭീരമായിട്ട് എല്ലാ സംഭവങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്കൊന്ന് ബിഗ് സ്ക്രീനിൽ കണ്ടാലായിരിക്കും ഈ ഒരു സിനിമയുടെ 100% എഫക്റ്റ് നമുക്ക് കിട്ടുക. ഒരു ഫോണിൻ്റെ സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു സിനിമ ആൾക്കാർക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല. കാരണം ഫോണിലൊക്കെ കണ്ടു കഴിഞ്ഞ് പല ആളുകളും ഇത് ഓവർ റേറ്റഡ് ആയിട്ടുള്ളൊരു മൂവി ആണെന്നൊക്കെ പറയാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് എന്തൊക്കെ കാണിച്ചാലും ഒരു ഓവർ റേറ്റഡ് ആയിട്ടുള്ള മൂവി ആവാൻ ഒരു തരത്തിലുള്ള വഴിയില്ല. കാരണം അത്രയ്ക്ക് നല്ലപോലെ ഇതിൻ്റെ ക്രിയേറ്റേഴ്സ് അത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഗംഭീര ചിത്രമായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ ഒരു സിനിമ വേറെ ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. സിനിമ ഉടനെ തന്നെ ഇന്ത്യയിൽ റിലീസ് ആവുന്നുണ്ട്. നമ്മുടെ കേരളത്തിലുള്ള ഏതെങ്കിലുമൊക്കെ തിയേറ്ററിൽ റിലീസ് ആവുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും പോയി കാണാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഒരു ഗംഭീര ചിത്രമാണ്. നിങ്ങൾക്ക് ഗോഡ്സില്ല എന്ന് പറയുന്ന ഒരു മോൺസ്റ്ററിനെ പറ്റിയൊക്കെ കൂടുതലായിട്ട് അറിയാനും വരാൻ പോകുന്ന ഗോഡ്സില്ല വേഴ്സസ് കോങ് ദ ന്യൂ എംപയർ എന്ന് പറയുന്ന സിനിമയൊക്കെ കാണാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ഈ ഒരു ചിത്രം പോയി കാണുന്നത് ഒരു ഗംഭീര ഫീല് നൽകാനുള്ള ചാൻസ് ഉണ്ട്. എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ ഗോഡ്സില്ല ഫാനാണോ കോങ് ഫാനാണോ എന്നുള്ള കാര്യം കൂടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയേക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.